അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും ആൺസുഹൃത്തും പിടിയിൽ. മുണ്ടൂർ സ്വദേശി തങ്കമണിയുടെ കൊലപാതകത്തിൽ മകൾ സന്ധ്യയും കാമുകൻ നിതിനുമാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് അംഗത്തിന് ചാലക്കുടി നഗരസഭ ഒരുങ്ങി. വീടുകൾ കയറിയുള്ള പ്രചരണവും സ്ക്വാഡ് വർക്കുകളും സജീവമായി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പുതിയ ടെക്നോളജി കാണാൻ എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. നിർമ്മാണത്തിന്റെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചുവെന്ന് വിലയിരുത്തൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും ആൺസുഹൃത്തും പിടിയിൽ. മുണ്ടൂർ സ്വദേശി തങ്കമണിയുടെ കൊലപാതകത്തിൽ മകൾ സന്ധ്യയും കാമുകൻ നിതിനുമാണ് അറസ്റ്റിലായത്. കൊലയ്ക്ക് ശേഷം തലയടിച്ച് വീണു മരിച്ചതാണെന്ന് സന്ധ്യ ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തങ്കമണി കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അമ്മ തലയടിച്ച് വീണു മരിച്ചുവെന്നാണ് സന്ധ്യ ആദ്യം പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സന്ധ്യയും കാമുകനും അയൽവാസിയുമായ 27-കാരൻ നിതിനും ചേർന്നാണ് കൊല നടത്തിയത്. തങ്കമണിയെ തലയ്ക്കടിച്ചു കൊന്ന ശേഷം മൃതദേഹം രാത്രി പറമ്പിൽ കൊണ്ടിടുകയായിരുന്നു. തങ്കമണിയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ. ഇവർക്ക് ഭർത്താവും ഒരു മകനുമുണ്ട്. നിതിൻ അവിവാഹിതനാണ്. കൊലയ്ക്ക് ശേഷം തലയടിച്ചു വീണ് മരിച്ചതാണെന്ന് സന്ധ്യ ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. തെരഞ്ഞെടുപ്പ് അംഗത്തിന് ചാലക്കുടി നഗരസഭ ഒരുങ്ങി. വീടുകൾ കയറിയുള്ള പ്രചരണവും സ്ക്വാഡ് വർക്കുകളും സജീവമായി. ഫ്ലെക്സ് ബോർഡുകൾ വഴിയോരങ്ങളിൽ നിറഞ്ഞു തുടങ്ങി. നഗരസഭയിൽ മത്സരിക്കുന്നവരിൽ 33 പേർ മുൻ കൗൺസിലർമാരാണ്. ചാലക്കുടി നഗരസഭയിൽ മത്സരിക്കുന്നവരിൽ 33 പേർ മുൻ കൗൺസിലർമാരാണ്. UDF മുൻ കൗൺസിലർമാരായ 18 പേരാണ് ഇക്കുറി മത്സര രംഗത്തുള്ളത്. ഇതിൽ 15 പേർ കാലാവധി കഴിയുന്ന കൗൺസിലിലെ അംഗങ്ങളുമാണ്. 3 പേർ നേരത്തെ കൗൺസിലർമാരായിരുന്നവരാണ്. മുൻ കൗൺസിലിലുണ്ടായിരുന്ന 8 പേരടക്കം 12 പേരാണ് LDFിലുള്ളത്. ഇതിൽ 4 പേർ മാത്രമാണ് കാലാവധി കഴിയുന്ന കൗൺസിലിലുള്ളത്. UDFിൽ നിലവിലുണ്ടായിരുന്ന കൗൺസിലിലെ ജോയ് ചാമവളപ്പിൽ, വത്സൻ ചമ്പക്കര, ലിബി ഷാജി, VO പൈലപ്പൻ, സൂസി സുനിൽ, സൂസമ്മ ആന്റണി, MM അനിൽകുമാർ, നിത പോൾ, ബിജു S ചിറയത്ത്, ജിതി രാജൻ, KV പോൾ, ആനി പോൾ, ഷിബു വാലപ്പൻ, ആലിസ് ഷിബു, ജോർജ് തോമസ് എന്നിവരാണ് നിലവിലുള്ള കൗൺസിലർമാർ. ഇതിൽ VO പൈലപ്പൻ തുടർച്ചയായി 7ാമത്തെ തവണയും ഷിബു വാലപ്പൻ, ആലിസ് ഷിബു എന്നിവർ തുടർച്ചയായി 6ാമത്തെ തവണയും ബിജു S ചിറയത്ത് തുടർച്ചയായി 5ാമത്തെ തവണയുമാണ് മത്സര രംഗത്തെത്തുന്നത്. ഇതിൽ ലിബി ഷാജി മുസ്ലിം ലീഗിന് അനുവദിച്ചിട്ടുള്ള ആര്യങ്കാല വാർഡിലെ റിബൽ സ്ഥാനാർത്ഥിയാണ്. റീന ഡേവിസ്, ജിയോ കിഴക്കുതല, വർഗീസ് വാറോക്കി എന്നിവരാണ് മുൻപുള്ള കൗൺസിലിൽ ഉണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥികൾ. LDFിൽ VJ ജോജി, CS സുരേഷ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ എന്നിവരാണ് വീണ്ടും ജനവിധി തേടുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കൊഴൂർ ബ്ലോക്ക് ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിന് സ്കൂട്ടർ അപകടത്തിൽ പരിക്ക്. കൊഴൂർ സ്കൂളിന് സമീപത്തായി റോഡരികിൽ വീണ് കിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുഖത്തുള്ള അസ്ഥികൾ പല സ്ഥലങ്ങളിലും പൊട്ടിയ അവസ്ഥയിലാണ്. കുഴൂർ സ്കൂളിന് സമീപത്തായി റോഡരികിൽ വീണുകിടന്നിരുന്ന തോമസിനെ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്താണ് അപകടത്തിന് കാരണമെന്നിനിയും വ്യക്തമായിട്ടില്ല. അപകടത്തിൽ തോമസിന് മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ മുഖത്തുള്ള അസ്ഥികൾ പല സ്ഥലങ്ങളിലും പൊട്ടിയ അവസ്ഥയിലാണ്. പരിക്കേറ്റ തോമസിനെ ആദ്യം മാളയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. വിദഗ്ധ ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് സർജറി വേണമോ എന്നുള്ള കാര്യം തീരുമാനമാവുകയുള്ളൂ. തോമസിന് ഒരാഴ്ചയെങ്കിലും വിശ്രമം വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. മീഡിയ ടൈം, മാള. കയ്പമംഗലം കൂരിക്കുഴിയിൽ വീടിന് നേരെ ആക്രമണം. കൂരിക്കുഴി ഫാർം റോഡിൽ കുന്നുങ്ങൽ അബ്ദുൽ മുത്തലിബിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒരാൾ വലിയ മരവടിയുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മുത്തലിബ് ബൈക്കിൽ പോകവേ കൂരിക്കുഴി പള്ളിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ചാമക്കാല സ്വദേശിയായ യുവാവിന്റെ കാറിൽ ബൈക്ക് ഉരസിയെന്നാരോപിച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ഇയാൾ വലിയ മരവടിയുമായെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിന്റെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർക്കുകയായിരുന്നു.
സംഭവ സമയം വീടിനകത്ത് 9 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പുതിയ ടെക്നോളജി കാണാൻ എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. MES അസ്മാബി കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ നിർമ്മാണ രീതി മനസ്സിലാക്കി പഠന റിപ്പോർട്ട് തയ്യാറാക്കി. നിർമ്മാണത്തിന്റെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചുവെന്നാണ് വിലയിരുത്തൽ. പ്രദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണ രീതി കാണാനും മനസ്സിലാക്കാനും ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം MES അസ്മാബി കോളേജ് 2ാം വർഷം BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥി സംഘങ്ങളും പാലത്തിന്റെ നിർമ്മാണ രീതി മനസ്സിലാക്കാൻ എത്തിയിരുന്നു. അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളും പൈലിംഗ് നടക്കുന്ന മുനമ്പം ഭാഗവും വിദ്യാർത്ഥികൾ സന്ദർശിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കി. കേരളത്തിൽ ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളിലെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. നിലവിൽ ആകെയുള്ള 205 പൈലുകളിൽ 202 എണ്ണം പൂർത്തിയായി. പൈൽ ക്യാപ്പ് 38 എണ്ണത്തിൽ 31 എണ്ണവും പിയർ 61 എണ്ണത്തിൽ 39 എണ്ണവും കൂടാതെ അഴീക്കോട് ഭാഗത്ത് 103 മീറ്റർ നീളത്തിൽ ബിമ്മും സ്ലാബും പൂർത്തിയായിട്ടുണ്ട്. സെഗ്മെന്റ് 216 എണ്ണത്തിൽ 77 എണ്ണം പൂർത്തിയായി. അഴീക്കോട് ഭാഗത്ത് 2 സ്പാൻ ബോക്സ് ഗർഡർ ഉയർത്തി ബലപ്പെടുത്തി. 3ാമത്തെ സ്പാൻ സെഗ്മെന്റുകൾ ഉയർത്തി സ്ട്രെസ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതുവരെ പാലം നിർമ്മാണത്തിന്റെ ആകെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചെന്നും സ്ഥലം സന്ദർശിച്ച വിദ്യാർത്ഥി സംഘങ്ങളെ റിപ്പോർട്ടിൽ പറയുന്നു. സംഘത്തിൽ നൌഷിദ CM, അനയ കൃഷ്ണ, അഞ്ജിത, ആലിയ, ഹബീബ ഫാത്തിമ, റൈഹാന എന്നിവരാണ് കോളേജ് പ്രിൻസിപ്പൽ സാനന്ദ് സദാനന്ദന്റെ അനുമതിയോടെ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ പ്രവൃത്തികൾ സന്ദർശിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം റബ്ബറുകൾ 2 വാർഡുണ്ട്, അതിന് പിന്തുണക്കുന്ന നേതാവുണ്ട്. അതുകൊണ്ട് അതൊക്കെ തള്ളി മാറ്റി നിങ്ങളിവിടെ ജയിച്ചു വരണം, അതാണ് എൻ്റെ ആവശ്യം. വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുണ്ട്, മിടുക്കികളാണ്. വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ്. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജനെ വൻ ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കുന്നതോടൊപ്പം വാർഡിലെയും ബ്ലോക്കിലെയും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രീയമൊക്കെ ഇവിടെ ജയിച്ചു പറഞ്ഞു. ഇനിയും ഉള്ള നേതാക്കന്മാർ പറയാനുണ്ട്, അതിൽ കൂടുതൽ രാഷ്ട്രീയം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും നേതാക്കന്മാർക്കും നൽകിക്കൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. മണ്ഡലം പ്രസിഡന്റ് ജിഒ ജോർജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജെനീഷ്, DCC ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഡേവിസ് പാറേക്കാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, PD ജോസ്, മുഹിയുദ്ദീൻ, ഹാജി, സാജൻ കൊടിയൻ, പീറ്റർ പാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. പൊയ്യയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജെനീഷ്. ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡ് സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഔസേപ്പച്ചൻ ജോസിന് വേണ്ടിയാണ് അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് വീടുകൾ കയറി വോട്ടഭ്യർത്ഥന നടത്തിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ സ്ഥാനാർത്ഥി സാജൻ കൊടിയൻ, പൊയ്യ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി സുഭാഷിണി രാജീവ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ പൊയ്യ ഗ്രാമപഞ്ചായത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ ഔസേപ്പച്ചൻ മത്സരിക്കുന്ന 13ാം നമ്പർ വാർഡിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സുഭാഷിണിയേച്ചി ആശാ പ്രവർത്തകയാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും ആശാപ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് കൊഴൂർ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ സാജൻ കൊടിയനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ 3 പേർക്കും വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ്, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു
ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. 3 പേരും ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി സംഭാവനകൾ ചെയ്യാൻ ശേഷിയുള്ള സംഘാടക മികവുള്ള സ്ഥാനാർത്ഥികളാണ്. കുഴൂർ പഞ്ചായത്തിനകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പേരും പെരുമയുമായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ സാജൻ കൊടിയൻ മാള ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ഔസേപ്പച്ചൻ നിരവധിയായ കോൺഗ്രസ് വേദികളിൽ UDFൻ്റെ വേദികളിലൊക്കെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഒരു പ്രാസംഗികനായും അതോടൊപ്പം തന്നെ സംഘാടകനായും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ നിരവധി സമരങ്ങളിലും പോരാട്ടങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുകയും പങ്കെടുക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ്. മുഴുവൻ സമയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ പഞ്ചായത്തിനും വാർഡിനുമൊക്കെ നാളുകളിൽ മികവ് പുലർത്താൻ സാധിക്കുന്ന ഒരു മികച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 45-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി സനിൽ സത്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഭവന സന്ദർശനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിനവ്, രാഹുൽ, ഗോപാലകൃഷ്ണൻ, സിനാൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി KSRTC സ്റ്റാൻഡിന്റെ കോൺക്രീറ്റ് വാർക്ക അടർന്നു വീഴുന്നു. സ്റ്റാൻഡിന്റെ വാർക്കയിൽ നിന്നാണ് കോൺക്രീറ്റ് താഴേക്ക് വീഴുന്നത്. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീഴുന്നത് പതിവായി മാറി. ജീർണാവസ്ഥയിലായ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. എടത്തുരുത്തി സൗത്ത് അയിനിച്ചോട് വീടുമുറ്റത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി 8:30-യോടെയാണ് വേത്തോട്ടിൽ രജനി സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് മലമ്പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി പാമ്പിനെ പിടികൂടി. പിടികൂടിയ മലമ്പാമ്പിന് 8 അടിയോളം നീളമുണ്ട്. മലമ്പാമ്പിനെ വനപാലകർക്ക് കൈമാറി. അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ കുടുംബ സംഗമം നടന്നു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ സുലൈമാൻ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ സലിം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് EA മുഹമ്മദ് അമീൻ മുഖ്യാതിഥിയായിരുന്നു. ഉപജില്ല സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള തുടങ്ങിയവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫർ അലി ഇസ്മായിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കിയ ബഹുനില പന്തലിന്റെ ദീപാലങ്കാര സ്വിച്ച് ഓൺ നടത്തി. ക്ഷേത്ര മൈതാനിയിൽ കൂടിയവരിൽ പ്രായം കുറഞ്ഞ കൊടകര സ്വദേശികളായ ഇവാ റോസും എറിൻ റോസും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NV ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടക്കൽ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കാഴ്ചകളുടെ പുത്തൻ സാങ്കേതികവിദ്യ പരിവർത്തനങ്ങളെക്കുറിച്ച് കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവബോധം നൽകി മാള കേബിൾ വിഷൻ. IPTV, OTT പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും അവയുടെ സാങ്കേതിക വിനോദ മേഖലയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചുമാണ് മാള കേബിൾ വിഷൻ കേബിൾ TV ഓപ്പറേറ്റർമാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും ക്ലാസ് നൽകിയത്. രാജേഷ് കേരള വിഷൻ ക്ലാസ് നയിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രധാന ലക്ഷ്യം. എന്താണ് ആദ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എന്റർടൈൻമെന്റ് മേഖലയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1990-കളിലാണ് കേബിൾ TV സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അങ്ങനെയല്ലേ? അന്നത്തെ ബിഗ് പ്ലേയേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവും തോന്നുന്നു അല്ലേ? അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ആ കൂടെ ദൂരദർശനുണ്ട്, അതും ഹിന്ദി ചാനലാണ്, മലയാളം ഇല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാനൊക്കെ അന്നും ആലോചിച്ചിട്ട് ഈ കേബിൾ TV ഒക്കെ തുടങ്ങിയത് ആരാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക, ആരാ കേബിൾ TV എടുക്കുക. അപ്പം എന്നിരുന്നാലും അന്ന് കേബിൾ TV തുടങ്ങി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിലയിലെത്തി ഒരുപാട് പേരുണ്ട്. ശരിക്കും അവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ കേബിൾ TV തുടങ്ങിയ സമയത്ത് കാസറ്റ് കിട്ടി സിനിമ കാണിക്കുന്നു, ചലച്ചിത്ര ഗാനങ്ങൾ കാണിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് വന്നു, അങ്ങനെ ഓരോ ചാനലുകൾ വന്നു. ഇപ്പോൾ പിന്നീട് ഒടുങ്ങാത്ത ചാനലുകളുണ്ട്. മാള കേബിൾ വിഷൻ കമ്പനി ചെയർമാൻ PL ജോണി അധ്യക്ഷനായി. MD ജിജോ ജോസഫ്, PS സുബിതൻ, പ്രദീപ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും ആൺസുഹൃത്തും പിടിയിൽ. മുണ്ടൂർ സ്വദേശി തങ്കമണിയുടെ കൊലപാതകത്തിൽ മകൾ സന്ധ്യയും കാമുകൻ നിതിനുമാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് അംഗത്തിന് ചാലക്കുടി നഗരസഭ ഒരുങ്ങി. വീടുകൾ കയറിയുള്ള പ്രചരണവും സ്ക്വാഡ് വർക്കുകളും സജീവമായി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പുതിയ ടെക്നോളജി കാണാൻ എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. നിർമ്മാണത്തിന്റെ 65% പ്രവൃത്തികളും പൂർത്തീകരിച്ചുവെന്ന് വിലയിരുത്തൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.